അത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി സെർവ് ചെയ്യേണ്ട ഒരു സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആദ്യം 3 ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 800 ഗ്രാം മുതൽ 1 കിലോ വരെ വരുന്ന ചിക്കനും കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം ചൂടാക്കിയിട്ട് അതിലൊരു 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കിട്ടുക. അതിൽ കുറച്ച് ഗീയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ്, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, 2 ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ ഒരു നല്ല കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളി ഇടുന്നതിൻ്റെ മുമ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി നമുക്കിതിലേക്ക് 3 വലിയ ഉള്ളി ഏതെങ്കിലും സൈസിൽ നിങ്ങൾ അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഉള്ളി ആദ്യം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉപ്പ്, ഉള്ളിക്ക് വേണ്ടുന്ന അത്രയും ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു ബീട്രൂട്ട് ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏതൊരു കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളി നന്നായി വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഉള്ളി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ്, ഒരുപാട് പുളിപ്പ് കറിക്ക് വേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ചെറിയൊരു തക്കാളി മീഡിയം സൈസ് മാത്രമേ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവ് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് 1, 2, 3 അതിൽ കൂടുതൽ എത്രയാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ പീസസ് കറിക്ക് പാകത്തിന് അരിഞ്ഞ് എടുക്കുക. മീഡിയം ടു സ്മോൾ സൈസസ് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് കട്ട് ചെയ്ത് നന്നായി കഴുകി മഞ്ഞളൊക്കെ ഇട്ടിട്ട് കഴുകുന്നുണ്ട്, അങ്ങനെയും കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് ഇതിൻ്റെ കൂടെ ഈ ഒരു ഉള്ളി, തക്കാളി, ഇതിൻ്റെ മസാലേൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒന്ന് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കൽ ജസ്റ്റ് ഒരു 1, 2 മിനിറ്റ് ഒന്ന് ആ ഒരു ചിക്കൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങുന്നവരെ മാത്രം. എന്നിട്ട് അടുപ്പ് തുറന്നതിന് ശേഷം ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കറിയിൽ മല്ലിപ്പൊടി ഇടരുത്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കി നല്ല കറക്റ്റ് റെസിപ്പിയാണ് പറയുന്നത്. അപ്പോൾ മുളക് പൊടി ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഇടുക. മഞ്ഞൾ പൊടി, അതുപോലെ പെരിഞ്ജീരകം പൊടിച്ചത് ഇതിൽ നിർബന്ധമായിട്ട് ഇടണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം, എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് ഉപ്പിട്ട്, ഇപ്പോൾ ചിക്കൻ ആവശ്യമുള്ള ഉപ്പിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച 3 ബീട്രൂട്ട് ഇടുക. ബീട്രൂട്ട് നല്ല കളറുള്ള നല്ല ബീട്രൂട്ട് എടുക്കണം. 2 തരം ബീട്രൂട്ട് ഇട്ട്, ഒന്ന് നല്ല കളറുള്ള ബീട്രൂട്ട് ഉണ്ടാവും, കളറ് കുറഞ്ഞ ബീട്രൂട്ട് ഇതിനെടുത്ത് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റും ഉണ്ടാവില്ല, നമ്മൾ വിചാരിച്ച കളറൊന്നും കിട്ടൂലേ. അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാം കൂടെ അവിടെ മിക്സ് ചെയ്തിട്ട് ഇനി എല്ലാം കൂടെ കിടന്നിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് അടച്ചു വെച്ചപ്പോൾ ആ പാത്രത്തിൽ നിന്ന് എല്ലാം കൂടി മറ്റൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ ഇത് എന്താ പറയുക, എല്ലാ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി ആ വെള്ളത്തിൽ തന്നെ ഒരു 5 മിനിറ്റെങ്കിലും ഏകദേശം വെന്ത് കാണും. ഈ സമയത്ത് നമുക്ക്, അതായത് അതിൻ്റെ ശരിയായ ടേസ്റ്റ് ഇറങ്ങുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഈ സമയത്ത് നമുക്കൊരു 2 കപ്പ് 2-2.5 കപ്പോളം നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും വെന്തുകൊണ്ടിരിക്കുന്ന കറിയിൽ പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം മാത്രം ഒഴിക്കാം. ഇനി ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല ഫ്രഷ് മല്ലിയില, നല്ല മണമുള്ള നല്ല ഫ്രഷ് കറിവേപ്പില, അത് ആവശ്യത്തിൽ കൂടുതൽ ഇട്ടോൾ ഏതൊരു കറിക്കും പറഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കറി നിർബന്ധമായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.